ഹായ് മക്കളെ, എല്ലാവർക്കും PSC വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എഴുതാനായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പരീക്ഷ കലണ്ടർ വന്നിട്ടുണ്ട്. ഓഗസ്റ്റിലെ പരീക്ഷ കലണ്ടർ വന്നിട്ടുണ്ട്. SI മെയിൻസും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും ഓഗസ്റ്റിൽ ഉണ്ടാകുമെന്നൊരു സാധ്യത പറയുന്നുണ്ട്. അതിലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് കൺഫർമേഷന് ശേഷം ഡേറ്റ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നമ്മൾ ഓഗസ്റ്റിൽ തന്നെ പ്രതീക്ഷിക്കുക. ഓഗസ്റ്റ് കഴിഞ്ഞു പോയാൽ പോലും നമ്മൾ ഓഗസ്റ്റ് തന്നെ മനസ്സിൽ വിചാരിക്കുക. അത് പറയുമ്പോൾ ഒരു കാര്യമുള്ളത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സിലബസാണ്. സിലബസ് പഠിക്കാനായി ഇനി ഒരു 60 ദിവസമാണുള്ളത്. ഓഗസ്റ്റിലാണ് എക്സാം എങ്കിൽ ജൂൺ മുഴുവനായിട്ടുണ്ട്, ജൂലൈ മുഴുവനായിട്ടുണ്ട്. ഒരു 60 ദിവസം നമുക്കുണ്ട്. ഇനി ഓഗസ്റ്റ് പകുതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 15 ദിവസവും കൂടെ കിട്ടും. അതുമല്ല സെപ്റ്റംബറിലേക്ക് പോവുകയാണെങ്കിൽ, കാരണം ഡേറ്റ് ഫിക്സ് ആവാത്തത് കൊണ്ട് സെപ്റ്റംബറിലേക്ക് പോകാൻ ചിലപ്പോൾ പറയാൻ പറ്റില്ല. പോവുകയാണെങ്കിൽ നമുക്കത് 90 ദിവസത്തെ നമുക്ക് കിട്ടും. ഈ 90 ദിവസം അല്ലെങ്കിൽ 60 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കേണ്ടത് നമ്മുടെ സിലബസാണ്. ആ സിലബസ് എന്താണ് എന്നുള്ളത് പറയാനാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് വന്നത്. അപ്പോൾ നോക്കുക, നമ്മുടെ LDC ലെവൽ എക്സാമിൻ്റെ എങ്ങനെയാണോ അത് തന്നെയാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും സിലബസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പൊളിറ്റി 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനം 5 മാർക്ക്, ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്. അതിലെ കെമിസ്ട്രി ഫിസിക്സ് 3 മാർക്കാണെങ്കിൽ അത് ബയോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസ് 6 മാർക്കിനാണ് വരുന്നത്. കലാകായികം സാഹിത്യം സംസ്കാരം ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ഇത്രയും കൂടെ 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന 30 മാർക്കാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം. മാത്സ് ഇംഗ്ലീഷ് മലയാളം അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകൾ എന്ന് പറയുന്ന മലയാളം തമിഴ് അല്ലെങ്കിൽ കന്നഡ എന്ന് പറയുന്ന ഭാഷ. അങ്ങനെ ഈ 3 വിഷയങ്ങളും കൂടി ചേർത്ത് 10 വെച്ച് 30 മാർക്കും, ആനുകാലിക വിഷയങ്ങൾ ഒരു 20 മാർക്ക്. നിങ്ങൾ ഈ ആനുകാലിക വിഷയങ്ങൾ പഠിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, 2024 ജനുവരി മുതൽ ഒരു 2025 ഒരു മാർച്ച് അല്ലെങ്കിൽ ഒരു ഏപ്രിൽ വരെ നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കിയിരിക്കണം. കാരണം ഒരുപാട് ബാക്കിലോട്ട് പോയി നിങ്ങൾ ഇനി സമയം കളയാൻ നിൽക്കരുത്. 2024 ജനുവരി മുതലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ ISROയുമായിട്ട് ബന്ധപ്പെട്ടത് നിർബന്ധമായും നോക്കി വെച്ചിരിക്കണം. ഉറപ്പായിട്ടും അറിയേണ്ട കാര്യമാണ്. അപ്പോയിൻമെൻറ്റ്സ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. എല്ലാ അപ്പോയിൻമെൻറ്റ്സും അറിഞ്ഞിരിക്കുക. ഓരോ സുപ്രീം കോടതി ഹൈക്കോടതി ജസ്റ്റിസുമാരെ, അതുപോലെ തന്നെ ഓരോ ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും തലവന്മാരായിട്ട് പുതുതായിട്ട് നിയമിച്ച ആൾക്കാർ, ഇങ്ങനെയുള്ളതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെച്ചിരിക്കണം. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണം മക്കളെ ദിവസവും നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ദിവസം അതിന് സമയം മാറ്റി വെച്ച് തന്നെ പഠിച്ചു പോവുക. ജനറൽ ഇംഗ്ലീഷ് പ്രാദേശിക ഭാഷകൾ അതുപോലെ. അപ്പോൾ ഇത്രയും ഈ 50 മാർക്കിന് നിങ്ങൾ ദിവസവും സമയം കണ്ടെത്തണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോ സിലബസിലെ അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിനെയും കീറി മുറിച്ച് നോക്കുകയാണെങ്കിൽ കേരളം, ചരിത്രത്തിലെ കേരള ഹിസ്റ്ററിയിൽ യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർ മുതൽ തിരുവിതാംകൂർ ഭരണാധികാരികളെ കുറിച്ചിട്ടുള്ള ചോദ്യമുണ്ടാവും. സാമൂഹ്യ മത നവോത്ഥാന സ്വാഭാവികമായിട്ടും LDCക്ക് ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ തന്നെയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ഉൾപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഐക്യ കേരള പ്രസ്ഥാനം 1956 ശേഷമുള്ള സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. ഇനി ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം 1857, 1ാം സ്വാതന്ത്ര്യ സമരം, സ്വദേശി പ്രസ്ഥാനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയ കാര്യങ്ങൾ ഹിസ്റ്ററിയിലുണ്ട്. ലോകത്തിലാണെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഇങ്ങനെയുള്ളത്. ഇനി ജോഗ്രഫിയിൽ നമ്മൾ ഫിസിക്കൽ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, അതുപോലെ കേരള ജോഗ്രഫി. ഇത് ഇവിടെയും നമുക്ക് ചോദിക്കുന്നുണ്ട്. എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ നോക്കാതെ പോകരുത്, പ്ലാനിംഗ് കമ്മീഷൻ നോക്കാതെ പോകരുത്, നീതി ആയോഗ് നോക്കാതെ പോകരുത്. ധനതത്വശാസ്ത്രത്തിൽ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം അതാണ്. ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ പൊളിറ്റിയുടെ ആമുഖം, പൗരത്വം തുടങ്ങിയ കാര്യങ്ങൾ അതിനകത്ത് ചോദിക്കും. ഇനി നമുക്ക് പ്രധാനമായിട്ടൊരു ഭാഗമാണ് 5 മാർക്കിൻ്റെ ഭരണവും ഭരണ സംവിധാനവും. അതിൽ സംസ്ഥാന സിവിൽ സർവീസ് ഉണ്ട്, ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്, വിവിധ കമ്മീഷനുകളുണ്ട്, സാമൂഹിക. ഇവിടെയാണ് കറണ്ട് അഫയേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ. അപ്പോൾ അത് ഇതിൽ പഠിക്കുമ്പോൾ തന്നെ ഇതിലെ ഇപ്പോഴത്തെ തലവന്മാർ പഠിച്ചിരിക്കണം, ആദ്യത്തത് ആരാണെന്ന് പഠിച്ചിരിക്കണം. ഗുണം എന്തുവാ, കറണ്ട് അഫയേഴ്സ് ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാൻ പറ്റും. അങ്ങനെ വേണം ചെയ്യാൻ. മനസ്സിലായോ? അങ്ങനെ വേണം ചെയ്യാം. എക്കണോമിക്സിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടത് എക്കണോമിക്സിലാണ് പഠിക്കുന്നതെങ്കിലും അതിനെ നമുക്ക് ആനുകാലികത്തിൽ കണക്ട് ചെയ്ത് പഠിച്ചു പോകാൻ പറ്റും. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം തുടങ്ങിയ കാര്യങ്ങൾ. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം. മക്കളെ ഇവിടെ പറയുമ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ.
അത് റീസെൻ്റായിട്ട് പ്രഖ്യാപിച്ചതുൾപ്പെടെ നിങ്ങൾ നോക്കി വെക്കുക. അതാണ് ഞാൻ ഈ കറണ്ട് അഫയേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞത്. ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഓരോന്നിനും ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അത് കേരള ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടുമുണ്ട്, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, അതുപോലെ തന്നെ ആരോഗ്യക്ഷേമ പദ്ധതികൾ. ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഏറ്റവും പുതുതായിട്ട് റീസെൻ്റായിട്ട് ഏതെങ്കിലുമൊക്കെ ക്ഷേമ പ്രവർത്തനം അല്ലെങ്കിൽ ആരോഗ്യക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ അതിൻ്റെ കൂടെ നോക്കി വയ്ക്കുക. ജീവിതശൈലി രോഗങ്ങൾ എന്തായാലും ചോദിക്കും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, അതുപോലെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇനി അസിസ്റ്റൻറ്റ് സെയിൽസ്മാനുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയാണ്, LDC ലെവൽ പരീക്ഷയാണ്. അപ്പോൾ അതിൻ്റേതായ സീരിയസ്നെസ് കൊടുത്ത് തന്നെ പഠിക്കുക എന്നുള്ളത് ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു. ഫിസിക്സ് പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ടത്, ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടത്, ബലം, ഗുരുത്വാകർഷണം, താപം, പ്രവൃത്തി തുടങ്ങിയവ അത് പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ISRമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി ഓർത്ത് വയ്ക്കുക. ISR ഇതിൻ്റെ കൂടെ തന്നെ കണക്ട് ചെയ്ത് പഠിച്ചു പോവുക. എൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു. നിങ്ങൾക്കുള്ള ടോപ്പിക്ക് തന്നെയാണ് കറണ്ട് അഫയേഴ്സ്. അതിനൊരു സെപ്പറേറ്റ് നിങ്ങൾ ചിന്തിക്കേണ്ട. ഞാൻ പറഞ്ഞതുപോലെ കമ്മീഷനുകളുടെ ഹെഡ് പഠിക്കുമ്പോൾ തന്നെ അപ്പോയിൻമെൻറ്റ്സ് അവിടെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പ്രത്യേകിച്ച് ഇതിനെല്ലാത്തിനും, അതുപോലെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ പഠിക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. മനസ്സിലായോ? പുതിയ അവാർഡുകൾ എല്ലാം അതിൽ വരുന്നതാണ്. അതിനെ നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു പോകാം? കറണ്ട് അഫയേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു പോകാം. അപ്പോൾ തന്നെ 20 മാർക്കിലുള്ളത് നമുക്ക് അവിടെ ആയിക്കഴിഞ്ഞു. അതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് നമുക്ക് കവർ ചെയ്ത് ഇങ്ങനെ വേണം പഠിച്ചു പോകാം. അല്ല നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പിന്നെ ഒരിക്കലും, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ട് നോക്കുക, അങ്ങനെ ഒരു രീതിയിലേക്ക് പോകരുത്. നമ്മൾ ഇതിനോടൊപ്പം തന്നെ എന്ത് ചെയ്ത് പോവുക, അതുകൂടി പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കണം. അതാ കലാകായിക, സാംസ്കാരിക, അതുപോലെ തന്നെ സാഹിത്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, കായികമായിട്ട് ബന്ധപ്പെട്ടത്, ഒളിമ്പിക്സ് നോക്കി വെച്ചിരിക്കണം. അപ്പോൾ അത് കറണ്ട് അഫയേഴ്സാണ് അല്ലേ? അത് കായികമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളിവിടെ പഠിക്കുന്ന ഒളിമ്പിക്സിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ നേട്ടങ്ങൾ, ഇതെല്ലാം നോക്കി വയ്ക്കുക. പ്രത്യേകിച്ച് 10th 12th ലെവലിൽ ഇതിനെ ഡീപ്പായിട്ട് പലപ്പോഴും ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അത് നോക്കി വെക്കണം നിങ്ങൾ. ദേശീയ ഗെയിംസ് ഇനങ്ങൾ, സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട കൃതികൾ, അതിൻ്റെ വരികൾ, അതിലെ ഓരോരുത്തരെ കഥാപാത്രങ്ങൾ നോക്കി വയ്ക്കുക, തൂലികാ നാമങ്ങൾ നോക്കി വയ്ക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വയലാർ അവാർഡാണ് പഠിക്കുന്നതെങ്കിൽ 2024 ആർക്ക് കിട്ടി, 23 ആർക്ക് കിട്ടി, 22 ആർക്ക് കിട്ടി, ഒന്ന് നോക്കി വെച്ചേക്കുക. 24 പറയുമ്പോൾ 23, 22 കൂടി ഒന്ന് മനസ്സിൽ വച്ചേക്കുക, അതുകൂടെ പഠിച്ചു വയ്ക്കുക. അതുപോലെ ജ്ഞാനപീഠ പുരസ്കാരം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കമ്പ്യൂട്ടറിലാണെങ്കിൽ ഹാർഡ്വെയർ, ഈ ഹാർഡ്വെയർ സോഫ്റ്റ്വെയറും പറയുമ്പോൾ ഡിവൈസസ് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ചില ടേംസ് ഉണ്ട്, ലാൻ, മാൻ, വാൻ എന്നൊക്കെ പറഞ്ഞ കുറേ ടേംസ് ഉണ്ട്. ഇത് LDCക്കും ചോദിച്ചിട്ടുണ്ട്. LDC പരീക്ഷ നിങ്ങളുടെ അടുത്ത് നോക്കിയാലോ അറിയാം, LDCക്കും ഈ പറയുന്ന ലാനും മാനും ഒക്കെ ചോദിച്ചത്. അപ്പോൾ അത് മനസ്സിലെപ്പോഴും വെച്ചേക്കുക, അതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വേണം. അതുപോലെ ഇൻ്റർനെറ്റ്, സൈബർ ക്രൈമും സൈബർ ലോസും, ടൈപ്സ് ഓഫ് ക്രൈംസും, IT ആക്റ്റും അതർ ലോസും. IT ആക്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ഉയർന്ന ശിക്ഷ കിട്ടുന്നത് ഏതിനാണ്, ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. സുപ്രധാന നിയമങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരള ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടതും സുപ്രധാന നിയമങ്ങൾ നമുക്ക് സാധാരണ ചോദിക്കാറുള്ളതാണ്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഹ്യൂമൻ റൈറ്റ്സ്, അതുപോലെ സിവിൽ റൈറ്റ്സ്, ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉറപ്പായിട്ടും അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് നോക്കി വയ്ക്കേണ്ടത് തന്നെയാണ്. അവിടെ മറന്നു പോകരുത്. കാരണം ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇതുമായിട്ട് കണക്ട് ചെയ്യപ്പെടാവുന്നതാണ്. പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് എന്തായാലും ചോദ്യം ഉണ്ടാവും. ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആക്ട്സിലെ ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ചോദ്യത്തിൽ എന്തായാലും പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് എന്തായാലും ഉണ്ടാവും. പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സിൽ വരുന്നത് ഏതൊക്കെ, വരാത്തത് ഏതൊക്കെ എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കി വെക്കണം. ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്. ഞാൻ അതെങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു. ലഘുഗുണത്തിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ അതായത് ലോസ് ഓഫ് എക്സ്പെണൻസ് എന്ന് പറയും, ജ്യാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, ഷേപ്സ് ഉണ്ടല്ലോ, ട്രയാങ്കിൾ, സ്ക്വയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രോഗ്രഷനുകൾ, ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കുക. പിന്നെ മാനസിക ശേഷി, നിരീക്ഷണ പാഠവ പരിശോധന, മെൻ്റൽ എബിലിറ്റി എന്ന് പറയും. മെൻ്റൽ എബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ടത് കോഡിങ്, ഡീകോഡിങ് ഒക്കെ നോക്കുക. ഇംഗ്ലീഷ് ഗ്രാമർ, അതുപോലെ തന്നെ വൊക്കാബ്സ്, അതുപോലെ തന്നെ നിങ്ങൾ ഇതിനെ നിർബന്ധമായും നിങ്ങൾ 1/2 മണിക്കൂർ മിനിമം, ഈ ഓരോന്നിനും 1/2 മണിക്കൂർ വീതം മാറ്റി വെച്ചിരിക്കണം. മനസ്സിലായോ? മാത്സിന് 1/2 മണിക്കൂർ, അതുപോലെ ഇംഗ്ലീഷിന് 1/2 മണിക്കൂർ, മലയാളത്തിന് 1/2 മണിക്കൂർ നിങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഇതും കൂടി 50 മാർക്കിൽ നിങ്ങളൊരു 40 മാർക്കെങ്കിലും മിനിമം സ്കോർ ചെയ്യണം. അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ. ഈ 40 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് വെച്ചിട്ട് ബാക്കി നിങ്ങൾ എവിടെ നിന്ന് പിടിക്കണം? ഹിസ്റ്ററിയിൽ പിടിക്കാൻ പറ്റും. കാരണം ഓൾറെഡി നിങ്ങളത് നോക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഇത്രയും ദിവസം കൊണ്ട്. ജോഗ്രഫി നിങ്ങൾ ഒരു വിധം നോക്കി വെച്ചിട്ടുണ്ടായിരിക്കും.
അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ പറ്റുന്നത് ലൈഫ് സയൻസിൽ 6 മാർക്കിൻ്റെ ഒരു കാര്യം അവിടെ കിടപ്പുണ്ട്. ലൈഫ് സയൻസിൽ അത് പറയുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സിനെ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ പഠിച്ചു പോകണം. അപ്പോൾ 40 മാർക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന എന്താ പറയുക MEME നിന്നും കറണ്ട് അഫയേഴ്സിൽ നിന്നും കിട്ടണം. അങ്ങനെ ഒരു എന്താ പറയുക ഒരു എയിം ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയോളൂ. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിന് നിങ്ങൾക്ക് ഒരു 60 ദിവസമാണുള്ളത്. ഈ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചെടുക്കാമെന്നുള്ളതാണ് ഞാനീ പറഞ്ഞത്. മാക്സിമം വർക്ക് ചെയ്യുക. മാക്സിമം വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ മറ്റ് ആക്ടിവിറ്റീസ് ഇനിയും സമയമുണ്ട്. പലരും ചോദിക്കും ഇനിയും സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും സമയമുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു 60 ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം നിങ്ങൾ മാറ്റിയാൽ മതി. ഞാൻ എല്ലാവരോടും സാധാരണ പറയുന്ന ഒരു കാര്യമാണ് 4 മണിക്കൂർ പഠിക്കാനായിട്ട് മാറ്റുക. ഈ 4 മണിക്കൂർ നിങ്ങൾ നോക്കിയാൽ മതി. ഈ 4 മണിക്കൂറിൽ നിങ്ങൾ എങ്ങനെ മാറ്റുന്നു എന്നുള്ളത്. അതിൽ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കേണ്ട PYQ നോക്കുമ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ മാത്രമല്ല നോക്കേണ്ടത്. 10th 12th ലെവലിൽ കോമൺ ആയിട്ട് നടന്ന പരീക്ഷകൾ LDC പോലുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം എടുത്ത് നോക്കുക. അത് 2020 മുതലുള്ളത് അല്ലെങ്കിൽ 21 മുതലുള്ളത് നോക്കുക. കാരണം മാറിയ പാറ്റേൺ അവിടെ മുതലാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് വെച്ച് വർക്ക് ചെയ്ത് നോക്കുക. ഈ 4 മണിക്കൂർ നിങ്ങൾ ദിവസം മാറ്റി വയ്ക്കുക. നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് കയറാം. റാങ്ക് ലിസ്റ്റിൽ കയറുന്നതിലല്ലോ കാര്യം, നമുക്ക് ജോലി കിട്ടുന്നതിലാണല്ലോ കാര്യം, അല്ലേ? പലരും പറയാറുണ്ട് PSC എഴുതിയിട്ട് ജോലി കിട്ടും. ജോലി ഈ ലിസ്റ്റിൽ കയറുന്ന ഒരാൾക്കെങ്കിലും ജോലി കിട്ടാതിരിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ റാങ്ക് എവിടെയാണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ജോലി സാധ്യത. അപ്പോൾ ആ റാങ്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് എങ്ങനെയും ഏറ്റവും മുകളിലെത്തണം എന്ന രീതിയിൽ പഠിച്ചു പോവുക. എങ്ങനെ വേണോ പഠിച്ചു പോയിട്ട് എങ്ങനെയെങ്കിലും പഠിച്ച് റാങ്ക് ലിസ്റ്റ് കയറുക എന്നുള്ളത് നമുക്ക് ആ ഒരു സിസ്റ്റമാറ്റിക് ആക്കി വയ്ക്കുക. ഇനി നിങ്ങൾക്ക് സമയമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 60 ദിവസം 4 മണിക്കൂർ വെച്ച് നോക്കിയാൽ പോലും 240 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ 240 മണിക്കൂർ നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട്, അതിപ്പോഴും ഉപയോഗിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് മാറ്റി വെച്ചിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ അതിനു വേണ്ടി മാത്രം ശ്രമിച്ചു നോക്കിയേ, സുഖമായിട്ട് പറ്റും. ഞങ്ങളുടെ തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്, ഇഷ്ടം പോലെ വീഡിയോസ് കിടപ്പുണ്ട്. ഇത് തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. മാക്സിമം ഇങ്ങനെ തന്നെ പോവുക. ഇംഗ്ലീഷ്, മലയാളം, മാത്സിന് വേണ്ടിയിട്ട് ദിവസം, കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ദിവസം സമയം മാറ്റി വയ്ക്കുക. 4 മണിക്കൂർ എല്ലാം കൂടി പഠിക്കാനായിട്ട് നിങ്ങൾക്കൊരു ദിവസം ഉണ്ടായിരിക്കണം. ജോലിക്ക് പോണവരോ കാര്യം കൂടി ചേർത്തിട്ടായി പറയുന്നത്. ജോലിക്ക് പോണവരെ ഉദ്ദേശിച്ചിട്ട് 4 മണിക്കൂർ, അതല്ലാതെ നിങ്ങൾക്ക് PSC മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടാവും. ജോലിക്ക് പോണവർക്ക് രാവിലെ ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റണം. രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് 2 മണിക്കൂർ, അതല്ല ഒരുമിച്ച് നിങ്ങൾക്ക് 4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അത് നല്ല കാര്യം. ചിലർക്ക് 4 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യാം. ഏത് രീതി വേണോ ഫോളോ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ലിസ്റ്റിൽ കയറുക എന്നുള്ളതല്ല, നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. പിന്നെ ജോലിയുടെ പ്രശ്നങ്ങൾ പലരും പറയാറുണ്ട്, അയ്യോ ആ ജോലി കിട്ടിയാൽ ഭയങ്കര പാടാണ്, ഈ ജോലി കിട്ടിയാൽ ആയിക്കോട്ടെ, ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക അല്ലെങ്കിൽ ഒരു സർക്കാർ സർവീസിൽ കയറുക എന്നുള്ളത് ഒരുപാട് പേരുടെ സ്വപ്നമാണ് പിള്ളേരെ. കാരണം കുറേ പേരുടെ മുന്നിൽ നമുക്ക് ചെന്ന് നിൽക്കാനുള്ളതാണ്. എനിക്ക് ഗവൺമെൻറ് ജോബ് കിട്ടി എന്ന് പറഞ്ഞ് അന്തസ്സോടുകൂടി ആൾക്കാരുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കണമെങ്കിൽ നമുക്കൊരു ഗവൺമെൻറ് ജോലി വേണം, സെക്യൂർ ആയിട്ടുള്ള ഒരു ലൈഫ് വേണം എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി. അതുകൊണ്ട് ബാക്കി ഈ പറയുന്ന നെഗറ്റീവ് ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, പഠിച്ചു തുടങ്ങുക. ഇത്രയും ദിവസം ഉണ്ടല്ലോ എന്നുള്ളത് വിചാരിച്ചിരിക്കുന്നത്, ഇത്രയും ദിവസമല്ലേ എനിക്കുള്ളൂ, ഈ ദിവസത്തിൽ ഞാൻ എങ്ങനെ എന്നെ വിനിയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അതിന് മുമ്പ് ഒരു കാര്യം, PSC മെൻറ്റർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഒരു ടെലഗ്രാം ചാനലുണ്ട്, PSC മെൻറ്റർ എന്ന ടെലഗ്രാം ചാനൽ, അതുകൂടി ഒന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിലെല്ലാ ദിവസവും മെൻറ്റർഷിപ്പ് ക്ലാസ്സൊക്കെ വരുന്നുണ്ട്, ഒന്ന് അതിൽ കയറി ജോയിൻ ചെയ്യുക. അതുപോലെ കൂട്ടുകാർക്ക് മാക്സിമം നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ മക്കളെ നിങ്ങൾ എക്സാം എഴുതുക. നിങ്ങൾക്കുള്ളതാണ് ഇനിയുള്ള സമയം, അത് നിങ്ങൾ യൂസ് ചെയ്യുക. താങ്ക് യു, ബൈ.